തന്മാത്ര ഈസ് എ മലയാളം ഡ്രാമ ഡയറക്ടർ ബൈ ബ്ലസ്സി സംവിധാനം ചെയ്ത ഒരു മലയാള സിനിമയാണ്, അല്ലെങ്കിൽ നാടകമാണ്, സിനിമയാണ്. അഡാപ്റ്റഡ് ഫ്രം പി പത്മരാജൻസ് ഷോർട്ട് സ്റ്റോറി ഓർമ്മ. പത്മരാജൻ്റെ ഓർമ്മ എന്ന ഒരു ചെറുകഥയുടെ ഉപജീവിച്ചാൽ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ്. ദ ഫിലിം ടെൽസ് ദ പോയിഗ്നൻറ്റ് സ്റ്റോറി ഓഫ് രമേശൻ നായരുടെ വളരെ ഹൃദയഭേദകമായ കഥയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. പോയിഗ്നൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയഭേദകമായ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. എ ഡെഡിക്കേറ്റഡ് മിഡിൽ ക്ലാസ് ഗവൺമെൻറ് എംപ്ലോയി, വളരെ ആത്മാർത്ഥതയുള്ള ഒരു മിഡിൽ ക്ലാസ് സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഹൂസ് ലൈഫ് ചേഞ്ചസ് ഡ്രാമാറ്റിക്കലി ആഫ്റ്റർ ബീങ് ഡയഗ്നോസ്ഡ് വിത്ത് ഏർലി ഓൺസെറ്റ് അൾഷിമേഴ്സ് ഡിസീസ്. അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ പെട്ടെന്ന് നാടകീയമായി മാറുകയാണ്. അദ്ദേഹത്തിന് ചെറിയ പ്രായത്തിൽ തന്നെ അൾഷിമേഴ്സസ് എന്ന് പറഞ്ഞ രോഗം വരികയാണ്. ഏർലി ഓൺസെറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ, തുടക്കത്തിൽ, പ്രായമാവാതെ വരുന്നതിനെ പറയാം. ദ നറേറ്റീവ് ഫോക്കസസ് ഓൺ രമേശൻസ് ഗ്രാജുവൽ മെമ്മറി ലോസ് ആൻഡ് കഗ്നിറ്റീവ് ഡിക്ലൈൻ. ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഈ ഒരു നരേഷൻ ആഖ്യാനം അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രമേശൻ്റെ ക്രമാനുഗതമായ മെല്ലയിലൂടെ മെമ്മറി ലോസും അല്ലെങ്കിൽ ഓർമ്മ നഷ്ടവും ആൻഡ് കഗ്നിറ്റീവ് ഡിക്ലൈൻ, അതായത് കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവിൻ നഷ്ടപ്പെടുന്നതൊക്കെയാണ് തുടക്കത്തിൽ ഫോക്കസ് ചെയ്യുന്നത്. വിച്ച് ഡീപ്ലി അഫക്ട്സ് ഹിസ് പ്രൊഫഷണൽ ലൈഫ്. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊഫഷണൽ ലൈഫിനെ, ഔദ്യോഗിക ജീവിതത്തെ വല്ലാതെ ആഴത്തിൽ ബാധിക്കുന്നു. അതുപോലെ തന്നെ ഫാമിലി റിലേഷൻഷിപ്സ്, കുടുംബ ബന്ധങ്ങളെ, ആൻഡ് ഡേ ടു ഡേ ഫങ്ഷനിങ്, ഓരോ ദിവസത്തുള്ള ആക്ടിവിറ്റീസിനൊക്കെ. ഹി ഷെയർസ് എ ഹാപ്പി ലൈഫ് വിത്ത് ഹിസ് ഡിവോട്ടഡ് വൈഫ് ലേഖ ആൻഡ് ദെയർ 2 ചിൽഡ്രൻ. അദ്ദേഹത്തിൻ്റെ വളരെ സമർപ്പിതയായ ആത്മാർത്ഥതയുള്ള ഭാര്യയോടുകൂടി, അതുപോലെ ഒപ്പം തന്നെ 2 കുട്ടികളുടെ കൂടെയൊക്കെ അദ്ദേഹം സന്തോഷപൂർണ്ണമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. എസ്പെഷ്യലി നർച്ചറിങ് ഹോപ്സ് ഫോർ ഹിസ് സൺ ടു ബിക്കം ആൻ IAS ഓഫീസർ. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മകന് ഒരു IAS ഓഫീസർ ആവാനൊക്കെ ഉള്ള പ്രതീക്ഷകളും കാര്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ആസ് ദ ഡിസീസ് പ്രോഗ്രസസ്, ഈ അസുഖം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ദ ഫാമിലി ഫേസസ് ദ ഇമോഷണൽ ആൻഡ് പ്രാക്ടിക്കൽ ചാലഞ്ചസ് ഓഫ് കോപ്പിംഗ് വിത്ത് അൾഷിമേഴ്സ്. ഈ കുടുംബം ഈ അൾഷിമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട് വൈകാരികമായും പ്രായോഗികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളൊക്കെ അഭിമുഖീകരിക്കുകയാണ്. ഇൻക്ലൂഡിങ് ദ ലോസ് ഓഫ് രമേശൻസ് ഇൻഡിപെൻഡൻസ്. മാത്രമല്ല രമേശൻ്റെ ആ ഒരു ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു കഴിവൊക്കെ നഷ്ടപ്പെടുകയാണ്. അദ്ദേഹത്തിന് ഡിപ്പെൻഡൻ്റ് ആവുകയാണ്. അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ചേഞ്ചസ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം മാറുന്നു. ആൻഡ് ദ സ്ട്രെയിൻ ഓൺ ഫാമിലി ഡൈനാമിക്സ്, അത് കുടുംബ ബന്ധങ്ങളിൽ അതുണ്ടാക്കുന്ന ചില പ്രയാസങ്ങളും അസ്വസ്ഥതകളൊക്കെ. ഇന്ന് എൻ്റെ അവസാനത്തിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ തന്മാത്ര എന്ന് പറഞ്ഞ സിനിമ സ്റ്റാൻഡ്സ് ആസ് മൂവിങ് പോർട്രൽ ഓഫ് ലവ്, റെസിലിയൻസ് ആൻഡ് ദ ഫ്രാജിലിറ്റി ഓഫ് ഹ്യൂമൻ മെമ്മറി. ഇത് സ്നേഹം, അതുപോലെ തന്നെ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ ധൈര്യം, സ്ഥൈര്യം, പൊരുതാനുള്ള കഴിവ്, അതേപോലെ തന്നെ ഫ്രാജിലിറ്റി ഓഫ് ഹ്യൂമൻ മെമ്മറി, മനുഷ്യൻ്റെ ഓർമ്മയുടെ ആ ഒരു ദുർബലത, എത്രയും പെട്ടെന്ന്, ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ഓർമ്മ, എത്രയും പെട്ടെന്ന് നശിക്കാം. ഈ വക കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ചിത്രീകരണമാണ് അവസാനത്തിൽ ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത്. ത്രൂ രമേശൻസ് ജേണി, രമേശൻ്റെ യാത്രയിലൂടെ. ദ ഫിലിം റിമൈൻസ് ദ വ്യൂസ് ഓഫ് ദ പ്രൊഫൗണ്ട് ഇമ്പാക്റ്റ് ഓഫ് ഇൽനെസ് ഓൺ ബോത്ത് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദെയർ ലവ്ഡ് വൺസ്, while celebrating the strength of family bonds that endure even as memories fade. അതായത് ഈ സിനിമ കാഴ്ചക്കാരെ ഓർമ്മിപ്പിക്കുന്നത് ഈ പ്രൊഫൗണ്ട് ഇമ്പാക്റ്റ് ഓഫ് ഇൽനെസ് ഓൺ ബോത്ത് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദെയർ ലവ്ഡ് വൺസ്. രോഗം വന്ന ആളിൻ്റെയും അവരുടെ ബന്ധപ്പെട്ട ആളുകളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെ രോഗം അവരെങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളൊരു സംഗതിയാണ് ഒരു സൈഡിൽ ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത്. while celebrating the strength of family bonds that endure even as memories fade. അതായത് ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടിട്ടും എന്താ പറയുക, നിലനിർത്തുന്ന ആ കുടുംബ ബന്ധത്തിൻ്റെ മഹത്വവും ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ.